ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് തെങ്ങ് എന്ന് പറയുന്ന കേരവൃക്ഷത്തെ പറ്റിയാണ്. പനവർഗത്തിൽപ്പെടുന്ന ശാഖകളില്ലാതെ വളരുന്ന ഒരു ഒറ്റത്തടി വൃക്ഷമാണ് തെങ്ങ് അഥവാ കേരവൃക്ഷം. കൊക്കോസ് ജനുസിൽ ഇന്ന് നിലവിലുള്ള ഏക അംഗമാണ് തെങ്ങ്. ഇവ സാധാരണയായി കണ്ടുവരുന്നത് തീരപ്രദേശങ്ങളിലാണ്. ഈ വൃക്ഷത്തിൻ്റെ ശരാശരി ഉയരം വരുന്നത് 18 മുതൽ 20 മീറ്റർ വരെയാണ്. 30 മീറ്ററോളം വളരുന്ന തെങ്ങുകളും ഉണ്ട്. ലോകമെങ്ങുമുള്ള ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ നീർവാഴ്ചയുള്ള മണ്ണിൽ തെങ്ങ് വളരുന്നതായി കാണാൻ സാധിക്കുന്നു. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. കേരളീയരായ നമ്മൾ ആ വൃക്ഷത്തെ എല്ലാം കൊണ്ടും കൽപ്പവൃക്ഷം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കാരണം തെങ്ങിൻ്റെ ഒരു ഭാഗം പോലും കളയാതെ നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. കേരളത്തിലെ ഏറ്റവും മികച്ച തെങ്ങ് ഇനമായി കുറ്റ്യാടി തെങ്ങിനെ കണക്കാക്കുന്നു. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമായ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള തേങ്ങയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ മികച്ച ഫലവും രോഗപ്രതിരോധ ശേഷിയും ഉള്ളവയാണ് എന്ന് കരുതപ്പെടുന്നു. ഇങ്ങനെ പ്രത്യേകത ഉള്ളതിനാൽ ഈ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന തേങ്ങകൾ കുറ്റ്യാടി തേങ്ങ എന്ന പേരിൽ പ്രശസ്തമായി. ഇപ്പോഴും കേരള കാർഷിക വകുപ്പ് തേങ്ങ സംഭരിക്കുന്നത് പ്രധാനമായും ഈ പ്രദേശത്തു നിന്നാണ്. കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കുറ്റ്യാടി തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതായി കാണാൻ കഴിയും. തെങ്ങിൻ്റെ ഫലമാണ് തേങ്ങ. തെക്ക് നിന്ന് വന്ന കായ എന്നർത്ഥത്തിൽ തെങ്കായി ആണ് തേങ്ങയായി മാറിയത്. തേങ്ങയുണ്ടാകുന്ന മരം തെങ്ങുമായി. തേങ്ങ കേരളത്തിന് തെക്കുള്ള ദ്വീപുകളിൽ നിന്ന് വന്നതാവാം എന്ന നിഗമനത്തിലാണ് തെക്ക് നിന്ന് വന്ന കായ് എന്ന് പറയാൻ തുടങ്ങിയത്. നാളികേരം എന്നത് നാരുള്ള ഫലം എന്നതിൻ്റെ പാലി സമാന പദത്തിൽ നിന്നും ഉണ്ടായതാണെന്നും വാദമുണ്ട്. കേരളത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലാണ് തെങ്ങ് കൂടുതലായും വളർന്നിരുന്നത്. തെങ്ങ് ആദ്യം വളർന്നത് എവിടെയാണെന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർക്ക് പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. 16-ാം നൂറ്റാണ്ടിന് മുൻപ് മാവ്, പ്ലാവ് എന്നീ മരങ്ങൾക്കൊപ്പം നട്ടുവളർത്തിയിരുന്നതിൽ കവിഞ്ഞ് തെങ്ങ് കൃഷി കേരളത്തിൽ വ്യാപകമായിരുന്നില്ല. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥം രചിച്ച അക്കാലത്തെ ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡിൻ്റെ പരാമർശങ്ങളിൽ തെങ്ങിനേക്കാൾ കൂടുതലും ഉള്ളത് കരിമ്പനയാണ്. ഇടയ്ക്കിടയ്ക്ക് തലയാട്ടുന്ന കേരമരങ്ങൾ എന്ന് മാത്രമേ അദ്ദേഹം രേഖപ്പെടുത്തുന്നുള്ളൂ. 17-ാം നൂറ്റാണ്ടിന് മുൻപ് അലക്ഷ്യമായി വളർന്നു വന്ന തെങ്ങുകൾ ഒഴിച്ചാൽ തെങ്ങ് ശാസ്ത്രീയമായി കൃഷി ചെയ്തിരുന്നില്ല എന്ന് കാണാനായി കഴിയും. വീട്ടാവശ്യങ്ങൾക്കും അതാത് സ്ഥലത്തെ മറ്റ് ആവശ്യങ്ങൾക്കുമായിരുന്നു തെങ്ങ് വളർത്തിയിരുന്നത്. 1503 പുനിയ മേറിയ ദ്വീപിൽ നിന്നും പിടിച്ചെടുത്ത ഒരു കപ്പലിൽ നിന്നാണ് കപ്പലിന് വേണ്ട ആലാസുകൾ നിർമ്മിക്കാൻ ചകിരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന കയർ ഉപയോഗിക്കാമെന്ന് പോർത്തുഗീസുകാർ മനസ്സിലാക്കിയത്. അന്നു മുതൽ കയർ പ്രധാനപ്പെട്ട വ്യാപാര ഉൽപ്പന്നമായി മാറുകയും തെങ്ങ് കൃഷി ചെയ്ത് വളർത്തുക എന്ന നടപടി പ്രചാരത്തിലാവുകയും ചെയ്തു. തെങ്ങിൻ്റെ ഓലയും തടിയും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എങ്കിലും ആദ്യകാലങ്ങളിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം പരിമിതമായിരുന്നു. വിളക്ക് കത്തിക്കാൻ മേൽജാതിക്കാർ ഉപയോഗപ്പെടുത്തിയിരുന്നത് പുന്നക്കയുടെ എണ്ണയായിരുന്നു എന്ന് വാർഡും ഓണറും സാക്ഷ്യപ്പെടുത്തിയിരുന്നു. കേരളത്തിൻ്റെ തെങ്ങ് കൃഷിയുടെ നിർണായകമായ വഴിത്തിരിവ് ഡച്ചുകാരുടെ കാലത്താണ് ഉണ്ടായത്. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന 49 തെങ്ങിൻ തോപ്പുകൾ അവർക്കുണ്ടായിരുന്നു. ആ തോട്ടങ്ങൾ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് പരിപാലിക്കപ്പെട്ടിരുന്നത്. അത് 25 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിരുന്നു. ഡച്ചുകാർക്ക് വേണ്ടി നാട്ടുകാർ പരിപാലിച്ചു വന്ന ഈ തോട്ടങ്ങൾ മറ്റ് കർഷകർക്ക് മാതൃകയായി തീർന്നു. കേരളത്തിൽ തെങ്ങ് കൃഷി എന്ന രീതിയിൽ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ മാത്രമാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ 75% തെങ്ങ് കൃഷിയുടെ വർധനവ് 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായതാണ്. തെങ്ങ് ജലസാമീപ്യമുള്ള പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. ഉപ്പുജലത്തിൻ്റെ സാമീപ്യവും ഉപ്പ് കാറ്റുമുള്ള പ്രദേശങ്ങൾ തെങ്ങ് വളരാൻ പറ്റിയ അന്തരീക്ഷമാണ്. തെങ്ങ് ഒരു ഉഷ്ണമേഖല സസ്യമാണെങ്കിലും
അതിശൈത്യവും കനത്ത വളർച്ചയും താങ്ങാൻ ചിലപ്പോൾ തെങ്ങിന് സാധ്യമാവാറില്ല. ഇളകിയ മണൽ ചേർന്ന പശ്ചിമ രാശി മണ്ണാണ് വളരാൻ ഏറ്റവും അനുയോജ്യം. തീരപ്രദേശങ്ങളിലെ മണൽ മണ്ണിലും തെങ്ങ് വളരും. തെങ്ങ് വളരാൻ പറ്റിയ താപനില 20 ഡിഗ്രിക്ക് മുകളിൽ ആയിരിക്കണം. 27 ഡിഗ്രി വാർഷിക താപനില അനുയോജ്യമാണ്. ഇളം ചാരനിറമുള്ള തടിയിൽ ഉടനീളം ഇലയുടെ പാടുകൾ വളയങ്ങളായി കാണപ്പെടുന്നു. തടിയുടെ മുകൾ അഗ്രഭാഗത്ത് മാത്രം ഇലകൾ എന്ന് പറയുന്ന ഓലകൾ കാണുന്നു. ഓലകൾ നാനാദിശയിലേക്കും നീണ്ടേക്കും. ഓലകൾ തടിയിൽ ചേരുന്ന ഭാഗങ്ങൾക്കിടയിലൂടെയാണ് പൂക്കുലകളും വിത്തുകളും ഉണ്ടാകുന്നത്. ഓലമടലുകൾ 5 മീറ്റർ വരെ നീളമുണ്ടാകാറുണ്ട്. ഓലമടലുകളിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും ക്രമമായി ഓലക്കാനുകൾ ഉണ്ടാകും. 1 മീറ്റർ വരെ നീളവും ഉണ്ടായിരിക്കും. ഓലക്കാനുകൾ കുന്താകാരമാണ്. പത്രവൃന്തത്തിനും 60-150 സെന്റിമീറ്റർ നീളവും ഉണ്ടാകും. ഓലക്കാനുകളെ സൂര്യപ്രകാശം സ്വീകരിക്കാൻ ഭാഗത്തിൽ ഭൂമിക്ക് സമാന്തരമായി നിർത്തുന്നത് അവയുടെ നടുക്ക് കൂടി കടന്നു പോകുന്ന നീണ്ട ബലമുള്ള ഭാഗമായ ഈർക്കിളിൽ ആണ്. ഇലകളുടെ കക്ഷങ്ങളിൽ നിന്നാണ് പൂങ്കുല വിരിയുന്നത്. പൂങ്കുലകൾ അനേകം ശാഖകളോട് കൂടിയതാണ്. ശാഖകളുടെ അടിയറ്റത്ത് ഒറ്റയായി പെൺപൂക്കൾ കാണപ്പെടുന്നു. മുകളിലായി ആൺപൂക്കൾ അടുക്കായി ശാഖയുടെ അഗ്രം വരെ കാണപ്പെടുന്നു. തെങ്ങ് പ്രായപൂർത്തിയാകുന്ന കാലം മുതൽക്ക് തുടർച്ചയായി പൂക്കുന്ന സ്വഭാവമുള്ള സസ്യമാണ്. പൂക്കുന്ന പ്രായം ഇനത്തിനെയും മണ്ണിൻ്റെ സ്വഭാവത്തെയും കാലാവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്നു. പൂത്തു തുടങ്ങിയാൽ പിന്നീട് തുടർച്ചയായി പൂത്തുകൊണ്ടിരിക്കുന്നു. ഓലമടലുകളുടെ കുരലിൽ നിന്നാണ് പൂക്കുലകൾ പൊട്ടിപ്പുറപ്പെടുന്നത്. പുഷ്പങ്ങൾ മൊട്ടായിരിക്കുമ്പോൾ തോണിയുടെ ആകൃതിയിലുള്ള കൊതുമ്പ് കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കും. ഒരേ പൂങ്കുലയിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടാവുകയാണ് സാധാരണമെങ്കിലും ചില തെങ്ങുകൾ ആൺപൂക്കൾ മാത്രമായോ പെൺപൂക്കൾ മാത്രമായോ ഉണ്ടാകാറുണ്ട്. സാധാരണ പൂക്കുലയിൽ കൂടുതലും ആൺപൂക്കളാണ് ഉണ്ടാവുക. പൂക്കുലയുടെ അടിയിൽ പെൺപൂക്കൾ കൂടുതലായി ഉണ്ടാവാറുണ്ട്. പരപരാഗമാണ് തെങ്ങിൽ സാധാരണ നടക്കുന്നത്. അനേകം പൂക്കൾ ഒന്നിച്ച് വിരിയുന്നതിനാലും ഒന്നിലധികം പൂക്കുലകൾ ഒന്നിച്ച് ഉണ്ടാകുന്നതിനാലും ചിലപ്പോൾ തെങ്ങിൽ സ്വയം പരാഗണവും നടക്കാറുണ്ട്. തെങ്ങിൻ്റെ വിത്ത് തേങ്ങ അഥവാ നാളികേരം എന്ന് അറിയപ്പെടുന്നു. പരാഗണത്തിന് ശേഷം ഏതാനും മാസങ്ങൾ എടുത്തിട്ടാണ് വിത്ത് വിതരണത്തിന് പാകമാകുന്നത്. പാകമായ വിത്ത് പച്ചയും തവിട്ടും കലർന്ന നിറത്തിലാവും ഉണ്ടാവുക. എന്നാൽ സ്വർണ്ണ നിറമുള്ള വിത്തുള്ള തെങ്ങുകളും ഉണ്ട്. അണ്ഡാകാരമോ ഗോളാകാരമോ ആകും വിത്തിനുണ്ടായിരിക്കുക. വിത്തിന് ശരാശരി 8 സെന്റിമീറ്റർ വ്യാസമാണ് ഉണ്ടാവുക. വിത്തിൻ്റെ ഉള്ളിൽ പുതുസസ്യത്തിന് ആദ്യ പുഷ്പമാകാനുള്ള കാമ്പുണ്ടാകും. വിത്ത് മുളയ്ക്കാൻ തുടങ്ങിയില്ലെങ്കിൽ അതിനുള്ളിൽ അല്പം ജലവും ഉണ്ടാകും. അത് തേങ്ങാവെള്ളം എന്നറിയപ്പെടുന്നു. കാമ്പ് ചിരട്ട എന്ന കട്ടിയേറിയ ഭാഗത്തിൽ ഉറച്ചിരിക്കുകയായിരിക്കും. ചിരട്ടയ്ക്ക് പുറമെ ചകിരി വിത്തിനെ സംരക്ഷിക്കുന്നു. ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ വിത്തിന് ആഘാതം സംഭവിക്കാതിരിക്കുകയാണ് ചകിരിയുടെ ഉപയോഗം. ചിരട്ടയിൽ വിത്തിന് മുളച്ചു വരാൻ ഒരു കണ്ണുണ്ടായിരിക്കും. എന്നാൽ കീടങ്ങൾക്ക് തിരിച്ചറിയാൻ പാടില്ലാത്ത വിധം മറ്റ് 2 വ്യാജ കണ്ണുകളും ചിരട്ടയിൽ ഉണ്ടാകും. പാകമാകാത്ത നാളികേരത്തെ കരിക്ക് അല്ലെങ്കിൽ ഇളനീർ എന്ന് വിളിക്കുന്നു. ജൈവവളങ്ങൾ, രാസവളങ്ങൾ, കുമ്മായ വസ്തുക്കൾ എന്നിവയാണ് തെങ്ങിന് നൽകുന്ന പ്രധാന വളങ്ങൾ. ഇവ ഓരോന്നും നൽകേണ്ട സമയം നിർണ്ണയിക്കുന്നത് മഴ, നനസാധ്യത എന്നിവ മുൻനിർത്തിയാണ്. കാലിവളം, കമ്പോസ്റ്റ്, കോഴിവളം, ആട്ടിൻകാഷ്ടം, എല്ലുപൊടി, മീൻവളം എന്നിവയ്ക്ക് പുറമെ പച്ചില വിളകളും കൃഷി ചെയ്ത് ചേർക്കാവുന്നതാണ്. കാലവർഷാരംഭമാണ് ഈ വളങ്ങൾ ചേർക്കാൻ പറ്റിയ സമയം. തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് 2 മീറ്റർ അകലത്തിൽ 15 സെന്റിമീറ്റർ താഴ്ചയിൽ തെങ്ങിന് ചുറ്റും തടമെടുത്ത് അതിൽ വേണം നൽകാനായിട്ട്. തെങ്ങ് ഒന്നിന് ഒരു വർഷം 15 കിലോഗ്രാം മുതൽ 25 കിലോഗ്രാം വരെ വളങ്ങൾ ആവശ്യമാണ്. തെങ്ങിൽ നിന്നും ശേഖരിക്കുന്ന തൊണ്ട്, മടൽ, ഓല എന്നിവയുടെ ജൈവവളമായി തെങ്ങിന് തന്നെ നൽകാവുന്നതാണ്. പച്ചില വിളകൾ തെങ്ങിൻ്റെ തടത്തിൽ തന്നെ വളർത്തിയോ മറ്റ് സ്ഥലങ്ങളിൽ വളർത്തിയതോ ആയവ സെപ്റ്റംബർ മാസത്തോടെ പിഴുത് തടത്തിൽ ഇട്ട് മണ്ണിലൊഴുത് ചേർക്കാവുന്നതാണ്. ഓരോ പ്രദേശത്തിനും യോജിക്കുന്ന തരത്തിൽ രാസവള പ്രയോഗം നടത്താം. കായ്ച്ചു തുടങ്ങിയ തെങ്ങ് ഒന്നിന് 500 ഗ്രാം പാക്യജനകം, 320 ഗ്രാം ഭാവകം, 1200 ഗ്രാം ക്ഷാരം എന്ന തോതിൽ പോഷകമൂല്യം ലഭിക്കത്തക്ക വിധത്തിൽ
വളം നൽകണം. ആകെ വേണ്ടുന്ന വളത്തിൻ്റെ 1/3 ഭാഗം മെയ് ജൂൺ മാസങ്ങളിൽ പുതുമഴ ലഭിച്ച് തുടങ്ങുന്നതോടെ നൽകാം. ബാക്കിയുള്ള വളം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും നൽകണം. രാസവളങ്ങൾ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത് മാത്രമേ നൽകാവൂ. നില നൽകിയുള്ള കൃഷിയിൽ വർഷത്തിൽ 4 തവണകളായി വളം നൽകാവുന്നതാണ്. തെങ്ങ് നേരിടുന്ന പ്രധാന ആക്രമണങ്ങളാണ് മണ്ടരിബാധ, തൂമ്പുചീയൽ, തണ്ടുതുരപ്പൻ, വണ്ടിൻ്റെ ആക്രമണം, കാറ്റുവീഴ്ച എന്നിവ. മണ്ടരി എന്ന സൂക്ഷ്മപരാഗജീവിയുടെ ആക്രമണം മൂലം തേങ്ങ പാകം ആകുമ്പോഴേക്കും ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങളുടെ ഫലമായി പുതിയ കൊമ്പുകൾ അഴുകി വാഴ്ചയേറ്റ് പോകുന്നതാണ് തൂമ്പുചീയൽ. ഓലകൾക്ക് മഞ്ഞ നിറമായി മാറുന്ന മഞ്ഞളിപ്പ് രോഗം, വണ്ടുകൾ തെങ്ങിൻ്റെ തടി തുളച്ച് മുട്ടയിടുന്നത് മൂലവും തെങ്ങ് നശിച്ചു പോകുന്നു. തെങ്ങിൻ്റെ കൂമ്പുചീയൽ ഫൈറ്റോഫ്തോറ പാമിയോറ എന്ന രോഗമാണ്. തെങ്ങിൻ്റെ ഔഷധ ഗുണങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. തേങ്ങ വെള്ളത്തിന് കുട്ടികളിലെ ദഹനക്കേട് മാറാൻ സഹായിക്കുന്നു. നിർജ്ജലീകരണ പരിഹാരത്തിന് ഉപയോഗിക്കാം. അടങ്ങിയിരിക്കുന്ന ഓർഗാനിക് പദാർത്ഥങ്ങൾ വളർച്ചയെ സഹായിക്കുന്നു. ശരീരത്തെ തണുപ്പിക്കുന്നു. ചൂടുകുരുക്കൾ മാറാനും ചിക്കൻ പോക്സ്, മസൂരി എന്നിവ മൂലമുണ്ടാകുന്ന പാടുകൾ മാറാനും ഇവ സഹായിക്കുന്നു. കുടൽ വിരകളെ നശിപ്പിക്കുന്നു. മൂത്രസംബന്ധമായ രോഗസംക്രമണം തടയുന്നു. മൂത്രത്തിലെ കല്ലിനെ അലിയിക്കുന്നു. കരിക്കിൻ വെള്ളം ദാഹത്തെ ശമിപ്പിക്കുന്നു. വയറിളക്കത്തിന് ഉത്തമമായ ഔഷധമാണ്. തെങ്ങിൻ്റെ തടി കൊണ്ട് പലതരം ഫർണിച്ചറുകൾ ഉണ്ടാകാറുണ്ട്. ഓല പടഞ്ഞ് പുരകെട്ടാറുണ്ട്. ഓലയിലുള്ള ഈർക്കിൽ ചൂലായി ഉപയോഗിക്കാം. ചിരട്ട കൊണ്ട് പലവിധ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാം. തെങ്ങിൻ്റെ പൂക്കുല കൊണ്ട് ലേഹ്യം ഉണ്ടാക്കാറുണ്ട്. ചിരട്ട കത്തിച്ച് കരി ഉണ്ടാക്കാറുണ്ട്. ഓല, മടൽ, കൊതുമ്പ് അങ്ങനെ തെങ്ങിൻ്റെ സകല ഭാഗങ്ങളും ഇന്ധനമായും ഉപയോഗിക്കാറുണ്ട്. ഇനിയും ഒരുപാട് ഗുണഗണങ്ങൾ ഉള്ള ഒരു വൃക്ഷമാണ് തെങ്ങ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.